ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് മാസങ്ങൾ മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഒരു ആൻറ്റി ഫോറിനർ റൈറ്ററിക്ക് അയാൾ വളരെ ഫേമസ് ആണ്. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യം ഫുള്ളാണ് ആൻഡ് പീപ്പിൾ ഫ്രം ഷിറ്റ് ഹോൾ കൺട്രീസ് കമ്മിങ് ടു അവർ കൺട്രീസ് ആൻഡ് ക്യാപ്ചറിങ് അവർ ജോബ്സ് എന്നുള്ള ഒരു റൈറ്ററിക് കമൻറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ കുറേ ന്യൂസൊക്കെ കാണുമ്പോൾ കാനഡയിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. കാനഡയിലെ ജനങ്ങൾ തന്നെ ഇന്ത്യക്കാരോട് പറയുന്നത്, യു ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് കൺട്രി, വി ഡോണ്ട് വാണ്ട് ടു സീ യുവർ ഫേസ് എന്നുള്ള സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു. അത് തന്നെയാണ് ഈ അടുത്ത് യു കെയിലും വരുന്ന എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതേ സംഗതി എന്തുകൊണ്ട് യു എയിൽ വരുന്നില്ല? യു എയിലും ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ ദി ഔട്ട് നമ്പർ ഈവൺ ദ ലോക്കൽ പീപ്പിൾ ദർ. അതുമാത്രമല്ല, നമ്മളെ ഈ ഇന്ത്യക്കാരെ കൊണ്ട് ഒരു കൺട്രീൻ്റെ ഐഡൻറ്റിറ്റിനെ നഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് എനിക്ക് തോന്നുന്നു ഈ ഗൾഫ് കൺട്രീസ്. നിങ്ങളിപ്പോൾ യു എയിലോ ദുബായിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു യു എ ലോക്കലിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ മെജോറിറ്റി ഓഫ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഫേസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ പോകുന്ന മിക്കവാറും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാർ, മൈഗ്രൻസ്, ദേ ഓഫൺ എൻഡ് അപ്പ് ജോബ്സ് വിച്ച് നേറ്റീവ്സ് പീപ്പിൾ ദേ ഡു നോട്ട് വാണ്ട് ടു ഡു. അല്ലെങ്കിൽ നേറ്റീവ് പീപ്പിൾ അവിടെയുള്ള ലോക്കൽസിന് ചെയ്യാൻ പറ്റാത്ത ജോലികൾ, ചെയ്യാത്ത ജോലികൾ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. യു എയിൽ ഏതെങ്കിലും ഒരു ലോക്കൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്കാഫോൾഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. യു എയിൽ ഏതെങ്കിലും ഒരു ലോക്കൽ അവിടുത്തെ ടാക്സി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. പണ്ട് കാലത്ത് ഇവർ ഓഫ് ഷോറിൽ തന്നെ ജോലിയിലായിരുന്നു. പിന്നെ ഇപ്പോഴും ഓഫ് ഷോറിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് സം പീപ്പിൾ ആർ ഗോയിങ്. സോ ഈ ലോക്കൽ പീപ്പിളിന് വേണ്ടാത്ത ജോലികൾ, അല്ലെങ്കിൽ ലോക്കൽ പീപ്പിൾ ചെയ്യാത്ത ജോലികൾ മാത്രമേ എമിഗ്രൻസ് അവിടെ ചെയ്തിട്ടുള്ളൂ, നമ്മളെ എസ്പെഷ്യലി ഇന്ത്യൻസ്. പിന്നെ നമ്മളവിടെ പോകുന്ന പ്രധാന കാരണം വെച്ചാൽ, വി വാണ്ട് മോർ മണി. എല്ലാ ഇമിഗ്രൻസും അങ്ങനെയാണ്. എവിടെയാ പൈസ കിട്ടുന്നത്, മോർ വേജസ്, മോർ ഹയസ്റ്റ് വേജസ്, ദേ ഗോ ആൻഡ് വർക്ക്. സോ അപ്പോൾ ഈ പ്രസിഡന്റിന് യു എയിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കാരണം ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ, ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ അവിടെ ഒരു ഡെമോക്രസി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി അവിടെ ഒരു പൊളിറ്റീഷ്യൻ, ട്രംപിനെ പോലത്തെ ഒരു പൊളിറ്റീഷ്യൻ നാളെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുപോലത്തെ റിട്ടറിക് കമൻറ്റ്സ് ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അത് കാരണം അത് എന്തായാലും ഉണ്ടാവും. പൊളിറ്റീഷ്യൻസ് വരുന്ന സമയത്ത് അവിടെ അവരൊക്കെ വിൻ ചെയ്യേണ്ട ഒരു റിട്ടറിക് കമൻറ്റ്സ് ഉണ്ടാവും. കാരണം ഇത് നിങ്ങൾ നോക്ക്, സിംബാബ്വേയിൽ, പിന്നെ ഇന്നാളത്തെ സൗത്ത് ആഫ്രിക്കയിൽ പോയ കുറേ റെഫ്യൂജീസിന് ഇതേപോലത്തെ കമൻറ്റ്സ് ചെയ്യുന്നു. റോഹിംഗ്യാസ് ബംഗ്ലാദേശിൽ കേട്ടു, അതുപോലെ ആസാം സിറ്റിസൺഷിപ്പ് ബിൽ. ഇതൊക്കെ ഒരു ഫ്രൈറ്റനിങ് സിറ്റുവേഷനാണ് വേൾഡിൽ. എനിവേ, താങ്ക് യു. സീ യു അഗൈൻ.